ശബരിമലയുടെ വിശ്വാസവും ആചാരങ്ങളും അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് ഭഗവാൻ അയ്യപ്പൻ തന്നെ ഭൂതദാന ഉപാഖ്യാനത്തിൽ അത് പറയുന്നുണ്ട്. അതനുസരിച്ചുള്ള ചിട്ടയോടുകൂടി ആയിരിക്കണം ശബരിമലത്തിലുള്ള വികസനം എന്നുള്ള കാഴ്ചപ്പാടാണ് എല്ലാ ഭക്തജനങ്ങൾക്കും വിശിഷ്യ ക്ഷേത്ര സംരക്ഷണ സമിതിക്കും ഉള്ളത് എന്നുള്ളത്. ആചാരങ്ങൾ നിലനിൽക്കണം, എങ്കിൽ മാത്രമേ ഈ സംസ്കാരം നിലനിൽക്കുകയുള്ളൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിന് പറ്റാതെ വന്നപ്പോൾ പുതിയ മേലങ്കി അണിഞ്ഞുകൊണ്ട് അയ്യപ്പൻ്റെ പേര് പറഞ്ഞുള്ള വികസനം അത് കേവലം തട്ടിപ്പാണ് എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ ദിവസത്തെ സംഗമത്തിൽ കൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിക്കപ്പെടണം. ശബരിമലയെ നമുക്ക് സംബന്ധിച്ചറിയാം, ഒരേ സമയം ഒരു 30,000-40,000 കൂടുതൽ അവിടെ ആളുകൾ നിൽക്കാനുള്ളതായ സൗകര്യങ്ങളില്ല. അതിനപ്പുറത്തേക്ക് അവിടെ യാതൊരു വികസനവും നടത്താൻ സാധ്യമല്ല. ഇപ്പോഴ് VIP-കൾക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിപ്പണിതിട്ടുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അവയെല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ട് ശബരിമലയിലെ എത്തുന്ന അയ്യപ്പന്മാർക്ക് സുഖമായ ദർശനം, ആ ദർശനത്തിന് വേണ്ടിയാണ് അവരെത്തുന്നത്. അല്പം പ്രസാദവും കിട്ടണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ്. അതിന് തക്ക വിധത്തിലുള്ളതായ ചർച്ചകളും അതേപോലെയുള്ള അഭിപ്രായങ്ങളുമാണ് ഇവിടെ രൂപീകരിക്കപ്പെടുന്നത്. ഭാവി പരിപാടികളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ സംഗമം കഴിഞ്ഞ് അതിനുള്ള പ്രഖ്യാപനം ഉണ്ടാകും. ആ രൂപരേഖ കേരള ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും സമർപ്പിക്കും എന്നുള്ള ഒരു തീരുമാനം കൂടി ഇതേ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നറിയിക്കുകയാണ്.